വെൽക്കം ടു വൈൽഡ് മെലോ. ഇന്നത്തെ വീഡിയോ 2025 ഏപ്രിൽ മാസം തൊഴിൽ വാർത്തയുടെ മൂന്നാമത്തെ ലക്കത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബ്രിട്ടീഷ് ദ്വീപായ സൗത്ത് ജോർജിയയ്ക്ക് സമീപം തീരക്കടലിൽ ഉറച്ച ലോകത്തെ ഏറ്റവും വലിയ മഞ്ഞുമല A23A. ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബ്രിട്ടീഷ് ദ്വീപായ സൗത്ത് ജോർജിയയ്ക്ക് സമീപം തീരക്കടലിൽ ഉറച്ച ലോകത്തെ ഏറ്റവും വലിയ മഞ്ഞുമല A23A. 2025 ഫെബ്രുവരി 25 മുതൽ മാർച്ച് 9 വരെ ജപ്പാനിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്ത്? ധർമ്മ ഗാർഡിയൻ. 2025 ഫെബ്രുവരി 25 മുതൽ മാർച്ച് 9 വരെ ജപ്പാനിൽ നടന്ന ഇന്ത്യൻ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ്? ധർമ്മ ഗാർഡിയൻ. അടുത്തിടെ നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെ? ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ. അടുത്തിടെ നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെ? ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ. അന്താരാഷ്ട്ര സന്തോഷ ദിനം എന്നാണ്? മാർച്ച് 20. അന്താരാഷ്ട്ര സന്തോഷ ദിനം എന്നാണ്? മാർച്ച് 20. 2025 അന്താരാഷ്ട്ര സന്തോഷ ദിനാചരണത്തിന്റെ വിഷയം കെയറിംഗ് ആൻഡ് ഷെയറിംഗ്. 2025 അന്താരാഷ്ട്ര സന്തോഷ ദിനാചരണത്തിന്റെ വിഷയം കെയറിംഗ് ആൻഡ് ഷെയറിംഗ്. സംസ്ഥാനത്ത് ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് തൃപ്പങ്ങോട്, മലപ്പുറം. സംസ്ഥാനത്ത് ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് തൃപ്പങ്ങാട്, മലപ്പുറം. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കുവാനും തുരത്താനും കോട്ടയം വരവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വികസിപ്പിച്ച ഡ്രോൺ അസ്ത്ര V1. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കുവാനും തുരത്താനും കോട്ടയം വരവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വികസിപ്പിച്ച ഡ്രോൺ അസ്ത്ര V1. ഏത് ഹൈക്കോടതിയാണ് റാഗിംഗ് കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിച്ചത്? കേരള ഹൈക്കോടതി. ഏത് ഹൈക്കോടതിയാണ് റാഗിംഗ് കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിച്ചത്? കേരള ഹൈക്കോടതി. കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ഡോക്ടർ അഞ്ജു രതി റാണ. കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ഡോക്ടർ അഞ്ജു രതി റാണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ജാംനഗറിൽ ഉദ്ഘാടനം ചെയ്ത വന്യജീവി പുനരധിവാസ കേന്ദ്രം വനധാര. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ജാംനഗറിൽ ഉദ്ഘാടനം ചെയ്ത വന്യജീവി പുനരധിവാസ കേന്ദ്രം വനധാര. വൈക്കം സത്യാഗ്രഹത്തിന് ആശീർവാദമേകാൻ മഹാത്മാഗാന്ധി വൈക്കത്തെത്തിയതിന്റെ 100ാം വർഷം തികഞ്ഞത് എന്നാണ്? 2025 മാർച്ച് 9. വൈക്കം സത്യാഗ്രഹത്തിന് ആശീർവാദമേകാൻ മഹാത്മാഗാന്ധി വൈക്കത്തെത്തിയതിന്റെ 100ാം വർഷം തികഞ്ഞതെന്നാണ്? 2025 മാർച്ച് 9. ഒറ്റപ്പാലത്ത് അന്തരിച്ച കാവുങ്കര ഭാർഗവി അന്തർജനം ഏത് നിലയിലാണ് അറിയപ്പെട്ടത്? രാജ്യത്ത് സ്ത്രീകളുടെ കൂട്ടായ്മയിൽ ആദ്യമായി അരങ്ങേറിയ നാടകത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച വനിത. നാടകത്തിന്റെ പേര് തൊഴിൽ കേന്ദ്രത്തിലേക്ക്. കഥാപാത്രത്തിന്റെ പേര് ദേവസേന. ഒറ്റപ്പാലത്ത് അന്തരിച്ച കാവുങ്കര ഭാർഗവി അന്തർജനം ഏത് നിലയിലാണ് അറിയപ്പെട്ടത്? രാജ്യത്ത് സ്ത്രീകളുടെ കൂട്ടായ്മയിൽ ആദ്യമായി അരങ്ങേറിയ നാടകത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച വനിത എന്ന നിലയിൽ. നാടകത്തിന്റെ പേര് തൊഴിൽ കേന്ദ്രത്തിലേക്ക്. കഥാപാത്രത്തിന്റെ പേര് ദേവസേന. ലെ അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം ഫോർ ഓൾ വുമൻ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഈക്വാലിറ്റി എംപവർമെന്റ്. 2025 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം ഫോർ ഓൾ വുമൻ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഈക്വാലിറ്റി എംപവർമെന്റ്. വിവർത്തനത്തിനുള്ള 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KV കുമാരൻ. വിവർത്തനത്തിനുള്ള 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KV കുമാരൻ. നിർമ്മാണ മേഖലയിൽ രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച സ്വകാര്യ കമ്പനി ലാർസൻ ആൻഡ് ടൂബ്രോ. നിർമ്മാണ മേഖലയിൽ രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച സ്വകാര്യ കമ്പനി ലാർസൻ ആൻഡ് ടൂബ്രോ. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് വിജയം നേടിയത്? ന്യൂസിലാൻഡ്. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് വിജയം നേടിയത്? ന്യൂസിലാൻഡ്.
സംസ്ഥാന സർക്കാരിന്റെ വനിതാരത്ന പുരസ്കാര ജേതാക്കൾ ടി ദേവി കോഴിക്കോട്, കെ വാസന്തി ചേർത്തല, ഷെറിൻ ഷഹാന വയനാട്, എ എൻ വിനയ വയനാട്, ഡോക്ടർ നന്ദിനി കെ കുമാർ തിരുവനന്തപുരം, പി കെ മേദിനി ആലപ്പുഴ. സംസ്ഥാന സർക്കാരിന്റെ വനിതാരത്ന പുരസ്കാര ജേതാക്കൾ ടി ദേവി കോഴിക്കോട്, കെ വാസന്തി ചേർത്തല, ഷെറിൻ ഷഹാന വയനാട്, എ എൻ വിനയ വയനാട്, ഡോക്ടർ നന്ദിനി കെ കുമാർ തിരുവനന്തപുരം, പി കെ മേദിനി ആലപ്പുഴ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ IFS ഉദ്യോഗസ്ഥ നിധി തിവാരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ IFS ഉദ്യോഗസ്ഥൻ നിധി തിവാരി. അമൃത് ഭാരത് പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ആദ്യം പ്രവൃത്തി പൂർത്തിയാക്കിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? വടകര. അമൃത് ഭാരത് പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ആദ്യം പ്രവൃത്തി പൂർത്തിയാക്കിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? വടകര. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചതിക്കുകയാണെന്നാരോപിച്ച് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കുമേൽ പകരച്ചുങ്കം ചുമത്തുന്ന നടപടി സ്വീകരിച്ചത് ഏത് പ്രസിഡന്റാണ്? US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചതിക്കുകയാണെന്നാരോപിച്ച് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കുമേൽ പകരച്ചുങ്കം ചുമത്തുന്ന നടപടി സ്വീകരിച്ചത് ഏത് പ്രസിഡന്റാണ്? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച റെക്കോർഡ് നേടിയ ഏത് വനിതാ താരമാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്? വന്ദന കടാരിയ. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച റെക്കോർഡ് നേടിയ ഏത് വനിതാ താരമാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്? വന്ദന കടാരിയ. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയതും ലോകത്തെ രണ്ടാമത്തെ നീളമേറിയതുമായ റോപ്പ് വേ ആകാനൊരുങ്ങുന്നത് താരാദേവി ഷിംല റോപ്പ് വേ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയതും ലോകത്തെ രണ്ടാമത്തെ നീളമേറിയതുമായ റോപ്പ് വേ ആകാനൊരുങ്ങുന്നത് താരാദേവി ഷിംല റോപ്പ് വേ ആണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. ഭൂകമ്പം ഉണ്ടായ മ്യാൻമാറിൽ സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ബ്രഹ്മ. ഭൂകമ്പം ഉണ്ടായ മ്യാൻമാറിൽ സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ബ്രഹ്മ. വിവിധ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന സമ്മേളനം സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025. വിവിധ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന സമ്മേളനം സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025. ഫൈബറിൽ നിർമ്മിച്ച ഏത് വാദ്യ ഉപകരണത്തിനാണ് MG സർവകലാശാലയിലെ ഗവേഷകയായ വൈക്കം രത്നശ്രീ പേറ്റന്റ് സ്വന്തമാക്കിയത്? തബല. ഫൈബറിൽ നിർമ്മിച്ച ഏത് വാദ്യ ഉപകരണത്തിനാണ് MG സർവകലാശാലയിലെ ഗവേഷകയായ വൈക്കം രത്നശ്രീ പേറ്റന്റ് സ്വന്തമാക്കിയത്? തബല. ഇന്ത്യയിൽ ആദ്യമായി ഒരു വനിതാ നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കൊച്ചി നിയമനിർമ്മാണ സഭയ്ക്ക് 100 വർഷം തികയുകയാണ്. ആരായിരുന്നു കൊച്ചിൻ കൗൺസിൽ റെഗുലേഷൻ എന്നറിയപ്പെട്ട സഭയിലെ വനിതാ അംഗം? തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. ഇന്ത്യയിൽ ആദ്യമായി ഒരു വനിതാ നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കൊച്ചി നിയമനിർമ്മാണ സഭയ്ക്ക് 100 വർഷം തികയുകയാണ്. ആരായിരുന്നു കൊച്ചി കൗൺസിൽ റെഗുലേഷൻ എന്നറിയപ്പെട്ട നിയമസഭയിലെ വനിതാ അംഗം? തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. കേന്ദ്ര സ്ഥിതിവിവര മന്ത്രാലയത്തിന്റെ തൊഴിൽ സേനാ സർവേ പ്രകാരം കേരളത്തിലെ നഗര തൊഴിലില്ലായ്മ നിരക്ക് 8.6%. കേരളത്തിന്റെ സ്ഥാനം 5 ആണ്. കേന്ദ്ര സ്ഥിതിവിവര മന്ത്രാലയത്തിന്റെ തൊഴിൽ സേനാ സർവേ പ്രകാരം കേരളത്തിലെ നഗര തൊഴിലില്ലായ്മയുടെ നിരക്ക് 8.6%. കേരളത്തിന്റെ സ്ഥാനം 5. തിരഞ്ഞെടുപ്പ് സംബന്ധമായ ഏത് വിവരവും അറിയാൻ സംസ്ഥാനത്ത് ഒരുക്കിയ കോൾ സെന്റർ സംവിധാനത്തിന്റെ ടോൾ ഫ്രീ നമ്പർ? 1950. തിരഞ്ഞെടുപ്പ് സംബന്ധമായ ഏത് വിവരവും അറിയാൻ സംസ്ഥാനത്ത് ഒരുക്കിയ കോൾ സെന്റർ സംവിധാനത്തിന്റെ ടോൾ ഫ്രീ നമ്പർ 1950. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് പൂനം ഗുപ്ത. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് പൂനം ഗുപ്ത. ഫോബ്സ് മാഗസിൻ പുറത്തുവിട്ട അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 3. ഒന്നാം സ്ഥാനം അമേരിക്ക, രണ്ടാം സ്ഥാനം ചൈന. ഫോബ്സ് മാഗസിൻ പുറത്തുവിട്ട അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 3 ആണ്. ഒന്നാം സ്ഥാനം അമേരിക്ക, രണ്ടാം സ്ഥാനം ചൈന. അടുത്തിടെ ഭൗമസൂചികാ പദവി ലഭിച്ച കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഉൽപ്പന്നം തലനാടൻ ഗ്രാമ്പൂ.
അടുത്തിടെ ഭൗമസൂചികാ പദവി ലഭിച്ച കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഉൽപ്പന്നം ഏതാണ്? തലനാടൻ ഗ്രാമ്പൂ. ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.